ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ്റ്റർ ട്രഷറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽസിൻ്റെ കുറച്ച് പ്രോബ്ലംസേ കണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറേ പ്രോബ്ലംസ് കൂടി ഇന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 1/36.18 ഈസ് ഈക്വൽ ടു 0.0276, then what is the value of 1/0.003618? ഈ വില തന്നിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഇതൊന്നും ഈ രണ്ട് ഇവിടെ തന്നിരിക്കുന്നതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ഒരുപോലെ തന്നെയാണ്, ഒന്നാണ്. ഡിനോമിനേറ്ററിലാണ് വ്യത്യാസം. ഡിനോമിനേറ്ററിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? ഇവിടെ 36 കഴിഞ്ഞാണ് ആ പോയിൻ്റ് 36. ഇവിടെയാണെങ്കിൽ ആ പോയിൻ്റ് എത്ര സ്ഥാനം ഇങ്ങോട്ട് മാറി? 5 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറി. ദാറ്റ് മീൻസ് 36.18നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്? 10⁵. അതായത് 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്താണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ എഴുതാം, 1/0.003618 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 36.18നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 1 lakh കൊണ്ട് അല്ലേ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ഈ നമ്പർ. അപ്പോൾ അത് തിരിച്ചിടുന്നു. അപ്പോൾ നമുക്ക് 1/36.18നെ ഇപ്പോൾ 1 lakh അങ്ങ് മേളിൽ പോകും അല്ലേ? 1 lakh അങ്ങ് മേളിൽ. നമുക്ക് ഇതിൻ്റെ വിലയുണ്ട്. എത്രയാണ്? 0.0276 എന്നുണ്ട് ഇൻറ്റു 1 lakh. അത്രയേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ എത്ര വരും ആൻസർ? റൈറ്റിലേക്ക് മാറണം 5 പ്ലേസസ്. എത്ര വരും? ഇവിടെ 4 ഉള്ളൂ, ഒരു 0 ഇട്ടാൽ മതി. അപ്പോൾ 2760 അല്ലേ? 1 2 3 4 ഒരു 0 കൂടി ഇട്ടാൽ മതി. അപ്പോൾ 2760 ഈസ് ദ ആൻസർ. ഇഫ് 13,324 ഡിവൈഡഡ് ബൈ 145 ഈസ് ഈക്വൽ ടു 91.9, then find 133.24 divided by 9.19. അതായത് ഈ നമ്പറിനെ 145 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 91.9 കിട്ടുന്നു എങ്കിൽ ഇതിൻ്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആൻസറാണ്. 133.24 ഡിവൈഡഡ് ബൈ 9.19. ഇതിൻ്റെ ആൻസർ കിട്ടണം. ഇവിടെ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കത് ഡെസിമൽ പ്ലേസസ് നോക്കി. ഇവിടെയും 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആ ഡെസിമൽ പ്ലേസ് ഇല്ലാതെ അങ്ങ് എഴുതാമല്ലോ. ഈക്വലായിട്ടുള്ള ഡെസിമൽ പ്ലേസസ് ആയതുകൊണ്ട്, നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ അങ്ങ് എഴുതാം അല്ലേ? കാരണം 100 കൊണ്ട് രണ്ടിടത്തും കുടിച്ചാൽ അത് കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് ഗിവൺ 13,324 divided by 145 is equal to 91.9 എന്ന് ഇറ്റ് ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് എന്ന് വരും? ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ ഇതാ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 13,324 ഡിവൈഡഡ് ബൈ 91.9 എന്ന് പറയുന്നത് 145 അല്ലേ? ആ, അത് നമുക്ക് തന്നിരിക്കുക. ഇവിടെ നമുക്ക് ഇത്രയുണ്ട് നോക്കിക്കേ. ഇവിടെ 91.9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 919നെ നമുക്ക് ഇത് വെച്ച് എങ്ങനെ എഴുതാൻ പറ്റും? മുകളിലത്തെ അത് തന്നെയല്ലേ, 13,324 ഡിവൈഡഡ് ബൈ 919 പകരം 91.9 എന്ത് ചെയ്താലാണ്? ഇൻറ്റു 10 ചെയ്താലല്ലേ 909. ദാറ്റ്സ് ഈക്വൽ ടു. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വില ഇത്രയും ഉണ്ട്. എത്രയാണ്? 145.
45. അതാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 10. ഡിനോമിനേറ്ററിലല്ലേ 10, ഡിവൈഡഡ് ബൈ 10. ദാറ്റ്സ് ഈക്വൽ ടു 14.5. ഒരു സ്ഥാനം 1 ഡെസിമൽ പ്ലേസ് മാറ്റി ഇങ്ങോട്ട് ഇട്ട് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.05 the whole cube into 0.02 the whole square divided by 0.00025 the whole square into question mark is equal to 0.008. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് 0.05ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 സ്ഥാനമാണ് ഈ നമ്പറിലുള്ളത്. അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടായിരിക്കും? 0.05 ഇൻറ്റു 0.05 ഇൻറ്റു 0.05 എന്ന ഇതുപോലെയുള്ള 2 തവണ കൂടി എന്ന് പറയുമ്പോൾ 2 2 4 2 6, അതായത് 3 ടൈംസ്. ഇതിന് 2 പ്ലേസ് ഉണ്ട്. ക്യൂബ് എടുക്കുമ്പോൾ അതിൻ്റെ 3 ടൈംസ് ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എന്തെഴുതാം? 5ൻ്റെ ക്യൂബ് 5 25 25 125. അപ്പം 125 125. അപ്പം 3 പ്ലേസ് അവിടെ ഉണ്ട്. പിന്നെ 1 2 3 അല്ലേ? 0.0000125 അതാണ് അതിൻ്റെ ക്യൂബ്. ഇൻറ്റു ഇത് 0. ഇതിൽ എത്ര ഉണ്ട്? 2 തവണ, അതായത് 4 സ്ഥാനം അപ്പോൾ വരും. 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 0. ഇവിടെ 4 പിന്നെ 3 0 വേണം. 4 സ്ഥാനമായില്ലേ? ഡിവൈഡഡ് ബൈ ഇതെത്രയാണ്? ഇവിടെ 5 ഉണ്ട്. ഇത് സ്ക്വയറാണ്. 10 പ്ലേസ് വരും അപ്പോൾ അല്ലേ? അപ്പോൾ 0.25 625 625. പിന്നെ എത്ര 0 വേണം? 3 7 0 കൂടെ വേണം. ശരിയല്ലേ? ഇപ്പോൾ 10 ആയില്ലേ? ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു 0.008. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക്, അതായത് നമുക്ക് അതിനെ എക്സ് എന്നും കൊടുക്കാം. എക്സ് കാണാൻ എന്ത് ചെയ്യണം? ഇതും കൂടെ ഗുണിച്ച് കിട്ടുന്നതാണ് ന്യൂമറേറ്റർ. അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെ ഈ നമ്പർ ഇൻറ്റു ഇത് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽസ് 0.0000125 ഇൻറ്റു 0.0004 ഡിവൈഡഡ് ബൈ ഏതാണ്? ഈ നമ്പറും ഇതും കൂടെ, അതായത് 0.1 2 3 4 5 6 7 625 ഇൻറ്റു 0.008. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന്? ഇവിടെ 10 ഉണ്ട്. 3 3 6 4 10. ഇതോ ഇവിടെ 6 ഇത് 4 6 4 10. അപ്പോൾ ഇത്രയും നമുക്ക് ഹോൾ നമ്പർ എഴുതാം. 125 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 625 എന്ന് നമുക്കങ്ങ് എഴുതാം. കാരണം ഈക്വൽ ഡെസിമൽ പ്ലേസസ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെയുള്ളതിന് നമുക്ക് എഴുതണമെങ്കിൽ ഇതുകൂടെ എഴുതാനുണ്ട്. ഇത് 8 എന്ന് എഴുതുവാണെങ്കിൽ ഇവിടെ 3 സ്ഥാനമുണ്ട്. 8 എന്ന് എഴുതുകയാണെങ്കിൽ മുകളിൽ ഒരു 1000 എഴുതണം അല്ലേ? മുകളിലൊരു 1000 എഴുതണം. ഇനിയിപ്പം വെട്ടാം. 125 ഗുണം 5 ആണ് 625. 4 ഗുണം 2 8 ആണ്. അപ്പോൾ 5 2 1000 10. 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് 100. 856 into 17.56 plus 467 into 17.56 minus 323 into 17.56. അതാണ് നമുക്ക് ചെയ്യാൻ. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഒരെണ്ണം ഉണ്ട്. 3 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, അത് സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത്
ഇപ്പോൾ ഇത് മൂന്നെണ്ണം ഇതിനകത്ത് നോക്കിയാൽ ഈ 17.56 ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് 17.56 കോമൺ ആയിട്ട് എടുക്കാം. ഇൻറ്റു ബാക്കി ഇവിടെ 856 467 മൈനസ് 323 ഈക്വൽസ് 17.56 ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ എന്തോ വരും? 7 6 13 ശിഷ്ടം 1 6 5 11 12 ഇഷ്ടം 1 8 4 12 1 1323 മൈനസ് 323 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 17.56 ഇൻറ്റു ഇത് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? 1000 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വലത്തോട്ട് മാറ്റുക. 0.3 സ്ഥാനം 560. ദാറ്റ്സ് ആൻസർ. 17,560 is the answer. Next question. 0.93 the whole square plus 0.07 the whole square plus 0.14 into 0.93. അപ്പോൾ ഇവിടെ ഇത് സ്ക്വയർ ചെയ്യുക, ഇത് സ്ക്വയർ ചെയ്യുക, ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുക, എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സമയമെടുക്കും. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഐഡൻറ്റിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുക. ഇവിടെ 2 സ്ക്വയറുകളുണ്ടല്ലോ, 0.93 0.07. ഇവിടെയുള്ളത് നോക്കിക്കേ, 0.93 ഇവിടെ ഉണ്ട്, പക്ഷേ 0.07 അല്ല, പക്ഷേ 0.14 ആണ്. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? 0.7 ഇതും തമ്മിൽ ഇൻറ്റു 2 ആണ്. 0.07 ഇൻറ്റു 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.14 കിട്ടും. അപ്പോൾ ഈ 0.14 എന്ന് പറയുന്നത് 2 ഇൻറ്റു 0.07 എന്ന് എഴുതാം. അപ്പോൾ 0.93യുടെ സ്ക്വയർ പ്ലസ് ഈ സ്ക്വയർ, അത് ഞാൻ ഇവിടെ എഴുതുന്നത് 0.07 സ്ക്വയർ, ഇത് നടുക്കോട്ട് എഴുതുന്നത് 2 ഇൻറ്റു 0.07 എന്ന് എഴുതുന്നു, ഇൻറ്റു 0.93. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇതിൻ്റെ 93യുടെ സ്ക്വയർ 0.93 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.07 ഇൻറ്റു 0.93 പ്ലസ് 0.07 സ്ക്വയർ. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ഏതാ? എ സ്ക്വയർ പ്ലസ് ഇതിന് എ എന്ന് കൊടുക്കുന്നു, ഇതിന് ബി എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ ബി എഴുതി എ 2ab അല്ലേ? അപ്പോൾ ഇത് ബി സ്ക്വയർ, ഇത് എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് അപ്പോൾ ഈ ഡെസിമൽ എളുപ്പം ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? എ പ്ലസ് ബി. എക്ക് പകരം എന്താണ്? 0.93 പ്ലസ് 0.07 ബി ആണ്, അതിൻ്റെ സ്ക്വയർ എന്നെഴുതാം. അപ്പോൾ ഇത് കൂട്ടിക്ക് ആഡ് ചെയ്താൽ എന്ത് വരും? 0.93 0.07 ആഡ് ചെയ്യുമ്പം 7 3 10 ശിഷ്ടം 1 1 10. അപ്പോൾ എന്താണ് ആൻസർ? 1 ആണ്. 1 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 4.3 the whole square is equal to 18.49. Then find the value of root of 1849 plus root of 0.1849 plus root of 0.001849 plus root of 0.00001849. ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 4.3യുടെ സ്ക്വയർ തന്നിട്ടുണ്ട്. എന്താണ്? 4.3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 18.49. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൻ്റെ റൂട്ടാണ് അല്ലേ? റൂട്ട് ഓഫ്
18.49 ഈസ് ഈക്വൽ ടു 4.3 ആണ്. 4.3 ആണ്. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. റൂട്ട് വന്നപ്പോൾ അതിൻ്റെ നേർപകുതി എണ്ണമേ ഡെസിമൽ പ്ലേസ് കാണത്തുള്ളൂ. അപ്പോൾ 4.3 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1849 റൂട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഡെസിമലൊന്നുമില്ല അല്ലേ, 43 ആണ് ഇതിൻ്റെ റൂട്ട്. ശരിയല്ലേ? 43. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതിയിട്ട് ഇതിൻ്റെ ആൻസർ അങ്ങ് എഴുതുക. അതായത് 43 പ്ലസ് ഇതിൻ്റെ റൂട്ട് എന്ത് വരും? ഇവിടെ 4 സ്ഥാനം ഉണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ഥാനം റൂട്ടിനകത്ത് ഡെസിമൽ പ്ലേസ് വരും. 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.43 വരും. 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. അപ്പം റൂട്ടിനകത്ത് 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? 0.4 3 ഉണ്ട്, പിന്നെ 3 4 0 3 പ്ലേസ് ആയില്ലേ? 0. പ്ലസ് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുമ്പം അതിൻ്റെ റൂട്ടിൽ 4 ഡെസിമൽ പ്ലേസസ് ഉണ്ടായിരിക്കും. അപ്പോൾ 43 2 എണ്ണം ഉണ്ട്. 1 2.0 ഇത് ആഡ് ചെയ്താൽ മതി. എത്ര വരും? 43 പിന്നെ 0.43 പിന്നെ 0.043 പിന്നെ 0.0043 എത്ര വരും? 3 7 7 4.34. ആൻസർ ഈസ് 43.4773 ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മളിന്ന് ഡെസിമൽസിൻ്റെ തുടർച്ചയായിട്ട് കുറേ പ്രോബ്ലംസ് കൂടി കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് പുതിയ ഒരു കൺസെപ്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.